ഇന്ന് നമ്മളൊരു റിയൽ യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇയർപോഡ് ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ നിർവാണ അയോൺ അതിന്റെ റിയൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വെൽക്കം ടു ദ ചാനൽ TV on DT, TV on ഡൈനിങ് ടേബിൾ. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു പാക്കിങ്ങിലായിരുന്നു വന്നിരുന്നത്. നമുക്ക് ഈ ഒരു ബോക്സിനുള്ളിൽ ഇയർപോഡ് 2 എണ്ണം, അതുപോലെ തന്നെ ഈ ഒരു ചാർജിങ് കേസ്, കൂടാതെ നമുക്ക് C ടൈപ്പ് ചാർജിങ് കേബിള്, അതുപോലെ തന്നെ ഇയർ ടിപ്സ് നമുക്ക് എക്സ്ട്രാ 2 എണ്ണം, ഒരു സ്മാൾ സൈസും ഒരു ലാർജ് സൈസും, അതുപോലെ തന്നെ നമുക്ക് യൂസർ മാനുവൽ പ്ലസ് വാറണ്ടി കാർഡ്, ഇത്രയുമായിരുന്നു നമുക്ക് ഈ ഒരു ബോക്സിനുള്ളിൽ അടങ്ങിയിരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുവാൻ എന്നെ ആകർഷിപ്പിച്ച ഒരു പ്രധാന ഫീച്ചറാണ് ഇതിൻ്റെ ഈ ഒരു ഡിസൈന് ആൻഡ് ബിൽഡ് ക്വാളിറ്റി. ഒരു എർഗോണമിക് ഡിസൈനാണ്, ഒരു ഓവൽ ഷേപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ട് ആയിരിക്കും, അതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആണ്. കൂടാതെ ഇതിൻ്റെ ഒരു കളർ നമുക്കൊരു മാറ്റി ബ്ലാക്ക് കളറാണ് വരുന്നത്. സ്ക്രാച്ച് റെസിസ്റ്റൻസ് ഇതിന് വരുന്നുണ്ട്. കഴിഞ്ഞ 10 മാസവും ഞാൻ ഇതിന് ഈ കേസ് കവർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, എന്നിട്ടും നല്ല നമുക്കൊരു ഫ്രഷ് ഫീൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഇയർബഡ്സിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി 5.2 വേർഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റ് പെയറിംഗ് ആണ്. നമ്മൾ ഫസ്റ്റ് ടൈം ഫോണുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഈ ഒരു ലിഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫോണുമായിട്ട് പെട്ടെന്ന് തന്നെ പെയർ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലൂടൂത്തിൽ നമുക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഒരു ലാഗോ സൗണ്ട് ക്ലാരിറ്റി വ്യത്യാസമോ ഒന്നുമില്ല. ബ്ലൂടൂത്ത് പെയറിംഗ് അടിപൊളിയാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇയർബഡ്സിൻ്റെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇയർ ടിപ്സ് മീഡിയം സൈസാണ് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഒരു 1 hour ഒക്കെ പാട്ടൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് വലിയ ഇയർ പെയിനോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയർ ടിപ്സ് നമുക്ക് ഡിഫറെൻറ്റ് സൈസ്, അതായത് സ്മാൾ സൈസും അതുപോലെ ഒരു ലാർജ് സൈസും കൂടെ എക്സ്ട്രാ 2 പീസ് കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ചെവിയുടെ സൈസ് അനുസരിച്ചിട്ട് അതിന് വ്യത്യാസം ഉണ്ടാക്കാം. അപ്പോൾ അത് മാറ്റി യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഇയർ പെയിൻ ഒക്കെ ഇല്ലാതിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന് ഇൻ ഇയർ ഡിക്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. നമ്മൾ ഇയർബഡ്സ് ചെവിയിൽ വെച്ചുകൊണ്ട് ഒരു പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇയർബഡ്സ് പുറത്തെടുക്കുകയാണെങ്കിൽ ആ പാട്ട് പോസ് ആകും. അതുപോലെ തന്നെ നമ്മൾ ചെവിയിലേക്ക് വെക്കുമ്പോൾ ആ പാട്ട് വീണ്ടും റീസ്റ്റാർട്ട് ആകും. ഇങ്ങനെ ഒരു സ്മാർട്ട് ഫീച്ചർ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് അവൈലബിൾ ആണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് പവേർഡ് ബൈ ഹൈഫൈ DSP എന്ന് പറയുന്നൊരു ഫീച്ചർ കമ്പനി ഈ ഒരു പ്രോഡക്റ്റിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ EQ മോഡാണ് വരുന്നത്, ഒരു ബാലൻസ്ഡ് മോഡ്, അതുപോലെ തന്നെ ഒരു സിഗ്നേച്ചർ മോഡ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 2 മോഡ് കൂടാതെ ഒരു എക്സ്ട്രാ മോഡോടെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നുണ്ട്, ഒരു ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ മോഡ്. അതായത് ഇപ്പം ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ഒക്കെ സമയത്ത് നമുക്കൊരു ലോ ലേറ്റൻസി മോഡ്, അതായത് വീഡിയോ കാണുമ്പോഴും നമ്മുടെ ഗെയിമിംഗ് കളിക്കുമ്പോഴും നമുക്ക് കേൾക്കുന്ന സൗണ്ടും ഈ വീഡിയോയുടെ തമ്മിലുള്ള ലാഗ് വളരെ കുറവാണ് ഈ ഒരു ബീസ്റ്റ് മോഡിൽ. ബാലൻസ്ഡ് മോഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വോക്കൽ സൗണ്ടാണ് ബൂസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ സിഗ്നേച്ചർ സൗണ്ട് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ബാസ് വേണമെങ്കിൽ നമുക്ക് ഈ സിഗ്നേച്ചർ സൗണ്ട് മോഡും യൂസ് ചെയ്യാം. ഈ 3 മോഡും ഞാൻ മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ട്. 3 ഡിഫറെൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സൗണ്ട് ക്വാളിറ്റി ഒരു ബെറ്റർ ആണ്, നല്ല ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു പ്രോഡക്റ്റിന് നമുക്ക് വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വോയിസ് കോൾ സമയത്തെ സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് 4 മൈക്ക് ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നുണ്ട്. അതായത് ക്വാഡ് മൈക്ക് വിത്ത് ENX എന്ന് പറയുന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് 4 മൈക്കിൽ 2 മൈക്ക് ENX ഫീച്ചർ അടങ്ങിയത്, അതായത് എൻവയോൺമെൻറ്റൽ നോയിസ് ക്യാൻസലേഷൻ. നമ്മളിപ്പം ഒരു വോയിസ് കോളൊക്കെ പുറത്ത് ഔട്ട്ഡോറിലൊക്കെ ഇന്ന് ചെയ്യുമ്പോൾ, ഇപ്പം ട്രാഫിക്കിലൊക്കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സൗണ്ടിൻ്റെ ബുദ്ധിമുട്ടുള്ളിടത്താണെങ്കിൽ ആ ഒരു സൗണ്ടൊക്കെ റിഡ്യൂസ് ചെയ്തിട്ടായിരിക്കും അപ്പുറത്തെ സൈഡിലുള്ളവർക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ബെറ്റർ സൗണ്ട് ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെയൊക്കെ വിളിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഓഫീസിൽ നിന്ന് വൈഫിനെയൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിലും ഓഫീസിലെ മറ്റ് സൗണ്ടുകളൊക്കെ റിഡ്യൂസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, എൻഹാൻസ് ചെയ്ത് കേൾക്കുന്നതെന്ന് വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് ക്വാളിറ്റി ശരിക്കും വളരെ ബെറ്ററാണ്. ഇങ്ങനെ ഒരു ഫീച്ചറൂടെ, അതായത് ഈ ഒരു ENX എൻവയോൺമെൻറ്റൽ നോയിസ് ക്യാൻസലേഷൻ ഫീച്ചറൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വോയിസ് ക്ലാരിറ്റി വളരെ അടിപൊളിയാണ്. ഈ ഒരു പ്രോഡക്റ്റിന് ടച്ച് സെൻസർ കൺട്രോൾ എന്ന് പറയുന്നൊരു ഫീച്ചറും അടങ്ങിയിട്ടുണ്ട്. അതായത് ഇയർപോഡിൻ്റെ ടോപ്പിൽ ചെറിയ ഫെദർ ടച്ച് ഉണ്ട്, അതായത് സിംഗിൾ ടച്ച്, അതുപോലെ ഡബിൾ ടച്ച്, ട്രിപ്പിൾ ടച്ച് കൊണ്ടൊക്കെ നമുക്ക് പല കൺട്രോളുകൾ, അതായത് ഇപ്പം വോയിസ് കോൾ എടുക്കാൻ, അതുപോലെ കട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ വോയിസ് നമുക്ക് അപ്പ് ചെയ്യാൻ, ഡൗൺ ചെയ്യാൻ, കൂടാതെ മ്യൂസിക് പ്ലേ, മ്യൂസിക് പോസ് ചെയ്യാൻ, ഡിഫറെൻറ്റ് മോഡ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ, ഇവയ്ക്കെല്ലാം നമുക്ക് ഈ ഒരു ടച്ച് കൺട്രോൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന് മൊബൈൽ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടച്ച് കൺട്രോളുകൾ നമ്മുടെ ഇഷ്ടാനുസരണം ഏത് വേണമെന്നനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഈക്വലൈസർ ഡിഫറെൻറ്റ് രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാനും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് സാധിക്കുന്നതുമാണ്.
അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന് വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റന്റ് ഫീച്ചർ ഉണ്ട്. അതായത് IPX4 റേറ്റിംഗ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജിമ്മിൽ, അതുപോലെ തന്നെ റണ്ണിങ്, ഔട്ട്ഡോർ എക്സസൈസിനൊക്കെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുവാൻ എന്നെ ആദ്യം ആകർഷിച്ച കാര്യമാണ് ഞാൻ ഈ ലാസ്റ്റ് പറയാൻ പോകുന്നത്. അതായത് ഇതിന് 120 ഹവേഴ്സ് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇതിപ്പം C ടൈപ്പ് ആണ് ചാർജിങ് കേബിൾ വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 1.5 to 2 മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്താൽ ഫുൾ ചാർജ് ആവുന്നതാണ്. ഈ കേസ് ഫുൾ ചാർജ് ആവുന്നതാണ്. അതിനുശേഷം ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ഇപ്പം 1-2 മണിക്കൂറൊക്കെ വെച്ച് ഡെയിലി ഉപയോഗിച്ചാൽ പോലും എനിക്കൊരു വീക്കെൻഡ് ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ജസ്റ്റ് കുത്തിയിടുന്നത്. എന്നാലും ചാർജ് തീരത്തില്ല. അല്ലാതെ വെറുതെ ഞാനൊരു 1 വീക്കൊക്കെ ആകുമ്പോഴാണ് കുത്തിയിടുന്നത്. ശരിക്കും ചാർജ് തീരുക എന്നുള്ളൊരു കുഴപ്പം ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നില്ല. 120 ഹവേഴ്സ് എന്ന് പറയുന്നതിന് ഏകദേശം അത്രയും തന്നെ ബാറ്ററി ബാക്കപ്പ് ഈ ഒരു പ്രോഡക്റ്റിന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിന് ഓട്ടോ നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ അവൈലബിൾ അല്ല. അത് മാത്രമായിരിക്കും നമുക്ക് ഒരു കുറവായിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ബെറ്റർ ബാറ്ററി ബാക്കപ്പ് ഉള്ള, അതുപോലെ ഡിഫറെൻറ്റ് സൗണ്ട് മോഡ്സ് ഉള്ള, നല്ല സൗണ്ട് ആൻഡ് വോയിസ് ക്വാളിറ്റി ഉള്ള, കൂടാതെ ഇന്നയർ ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ നമുക്ക് IPX4 റേറ്റിംഗ് ഉള്ള, സെറ്റ് പ്രൂഫ് ആയിട്ടുള്ള, ബെറ്റർ ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇയർപോഡാണ് നോക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. പർച്ചേസ് ചെയ്യുമ്പോൾ ഏകദേശം 1399 രൂപയായിരുന്നു ഈ ഒരു പ്രോഡക്റ്റിനായത്. ഇപ്പം ഓൺലൈനിൽ ഏകദേശം ഒരു 1499 രൂപയ്ക്ക് അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, ഫാമിലി, അവരൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.